വെൽക്കം ഓൾ ഓഫ് യു. അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2-3 പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ: ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ദി ഗ്രോസ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ റാം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ താഴെ കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ട് നമുക്ക് നോക്കാം. സാലറി ഫോർ 12 months, 12 മാസം സാലറി 5,94,000. അത് അതേപോലെ എടുത്താൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് 3,000. ബ്രാക്കറ്റിൽ ഗ്രോസ് എന്ന് തന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതർ സോഴ്സിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് TDS പിടിച്ചിട്ടൊക്കെയാണ് നമുക്ക് കയ്യിലെത്താറ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ തന്ന എമൗണ്ടിനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്തിട്ട് യഥാർത്ഥ വാല്യൂ ആണ് ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഗ്രോസ് എമൗണ്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഈ 3,000 നേരിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ഗ്രോസപ്പ്, എന്താണ് TDS എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് ഒന്നുകൂടി ഇടാം. ആവശ്യമുള്ളതിൽ ഒന്നുകൂടി അതൊന്ന് കാണുക. എന്നാൽ നിങ്ങൾക്ക് TDSഉം ഗ്രോസപ്പൊക്കെ ഒന്നുകൂടി വ്യക്തമാവും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 5,000. സാധാരണഗതിയിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് TDS ഇല്ല, നോ TDS. അതുകൊണ്ട് തന്നെ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് 5,000 മാത്രം എഴുതിയാൽ മതി. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് 1,000 രൂപ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 5,000 നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എഴുതിയാൽ മതി എന്നർത്ഥം. അപ്പോൾ അതൊരു നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നർത്ഥം. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് കമ്പ്യൂട്ടഡ് ആണ്. അപ്പോൾ നമ്മളെന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് 30,000 എടുത്താൽ മതി. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 70,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 10,000. അപ്പോൾ ഒന്ന് ലോസും ഒന്ന് ഗെയിനാണ്. ഇവിടെ ഷോർട്ട് ടേം ആണ് ലോസ് ഉള്ളത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. തിരിച്ചാണെങ്കിൽ പറ്റില്ല അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 70,000 നിന്ന് 10,000 കുറച്ചിട്ട് ബാക്കി 60,000 മാത്രമേ എന്താണ് നമുക്ക് ലോങ് ടേമിൽ എഴുതിയാൽ മതി. ദെൻ 8ാമത്തെ പോയിൻ്റ് ഡിവിഡൻറ്റ്. ഇൻകം ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡിവിഡൻറ്റ്. അത് ഗ്രോസ് നെറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, ഇത് രണ്ടും എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകമാണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്താണ് നേരിട്ട് എക്സംപ്റ്റ് എന്ന് എഴുതിയാൽ മതി ഔട്ടർ കോളത്തിൽ. പേഴ്സണൽ അഗ്രികൾച്ചർ ഇൻകം 20,000 അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെ കണക്ക് കുറച്ചും കൂടി വലിയ കണക്കായിട്ട് മാറും. താഴെ ഒരു പോയിൻ്റ് കൂടി തന്നിട്ടുണ്ട്. ബ്രോഡ് ഫോർവേഡ് അഗ്രികൾച്ചർ ലോസ് 25,000. മുൻ വർഷത്തെ അഗ്രികൾച്ചർ ലോസ് ഉണ്ടായിരുന്നു, അത് 25,000 ആയിരുന്നു. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അഗ്രികൾച്ചർ ലോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ഈ വർഷം 20,000 ആണ്. കഴിഞ്ഞ വർഷത്തെ ലോസ് നമുക്ക് ഇന്ന് സെറ്റ് ഓഫ് ചെയ്യാം 25,000. അപ്പോൾ വീണ്ടും നമുക്ക് എന്താണ് ഇവിടെ കാര്യമായിട്ട് എന്താണ് അഗ്രികൾച്ചർ ഇൻകം ഒന്നുമില്ല. പിന്നെയും നമുക്കൊരു 5,000 മൈനസിലാണ് കിടക്കണേ അല്ലേ? സോ നമ്മൾ ഈ കണക്കാകുമ്പോൾ എന്താണ് സാധാ കണക്കായിട്ട് തന്നെ മാറി. അഗ്രികൾച്ചർ ഇൻകം നമുക്ക് എന്താണ് നില്ലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഓക്കെ. കണക്ക് ഏതവസരത്തിലാണ് വലുതാവുന്നത് ചെറുതാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഇൻകം അല്ല, ഇതൊക്കെ എന്താണ് നമുക്ക് ഇനി ഇവിടുന്ന് കിട്ടില്ല. ഈ സംഭവങ്ങളൊക്കെ ഡിഡക്ഷൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം 13,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഓൺ പോളിസി ടേക്കൺ ആഫ്റ്റർ 1/4/2014 ഓഫ് ₹1,20,000. അപ്പോൾ 1/4/2014 1 April 2014 ശേഷം എടുത്ത ഒരു പോളിസിയാണ്. അതിൻ്റെ സം അഷ്വേർഡ് 1,20,000 ആണ്. ആ 1,20,000 13,000 പ്രീമിയം അടിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ
പ്രീമിയം അടച്ച തുക നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കണം. എത്രയാണോ സം അഷ്യൂർഡ് അതിൻ്റെ 10% കൂടുതൽ ആവാൻ പാടില്ല എന്നാണ്. ഈ 1,20,000-ൻ്റെ 10% പറഞ്ഞാൽ 12,000 ഇവിടെ അടച്ച പ്രീമിയം 13,000. അപ്പോൾ നമുക്ക് പരമാവധി എത്ര എടുക്കാൻ പറ്റുള്ളൂ? 12,000 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ATC ഒക്കെ തൊട്ടുള്ള മൊത്തത്തിലുള്ള ഡിഡക്ഷൻ 1.5 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ. അതും നമ്മൾ പഠിച്ചതാണ്. ATC, ATCC എന്നൊക്കെ പറഞ്ഞ സംഭവം. ആ ഡിഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴത്ത് ഇടാം. പെയ്ഡ് ഡൊണേഷൻ ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് ബൈ ചെക്ക്. നാഷണൽ ചിൽഡ്രൻ ഫണ്ടിലേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൊണേഷൻ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ 80G പ്രകാരം വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊരു 100% നമുക്കെന്താണ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡൊണേഷനാണ്. ഓക്കെ, അപ്പോൾ ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ കണക്കിലും മിക്കവാറും ഡൊണേഷൻ അതുപോലെ തന്നെ ATC ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 5,000 രൂപ മുഴുവനായിട്ട് നമുക്ക് ATGയിൽ കുറയ്ക്കാൻ പറ്റും. കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ഡിഡക്ഷൻ ഇല്ല. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കാണെങ്കിൽ നമുക്ക് ATCയിലൊക്കെ ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പ്രൊവിഡൻറ്റ് ഫണ്ട് 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈൻഡ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലേ. അപ്പോൾ അത് തിയറിക്കൊക്കെ സാധാരണ ചോദിച്ചു വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അത് നമ്മൾ കവർ ചെയ്തതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴത്ത് കൊടുക്കാം. ഒന്നുകൂടി അതൊന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ATCയിൽ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം ഇതൊക്കെ നമ്മളെന്താണ് പറഞ്ഞു കഴിഞ്ഞു. ഈ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ സാധാ സ്ലാബ് റേറ്റ് പ്രകാരം, ഇയാളൊരു ഇൻഡിവിജ്വലാണ്, കാരണം വയസ്സൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇയാളെ രാമിനെ ഒരു ഇൻഡിവിജ്വലായിട്ട് അസ്യൂം ചെയ്യുക. 60 വയസ്സിന് താഴെയുള്ള വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ടാക്സ് ലയബിലിറ്റി നമ്മളെന്താണ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. യെസ്, നോക്കൂ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഒരു ഹെഡിങ് ഒക്കെ നമ്മൾ കൊടുത്തു. ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി. സാലറി നമ്മൾ 12 മാസത്തെ സാലറി നമുക്ക് തന്നിട്ടുണ്ട് 5,94,000. ശ്രദ്ധിക്കുക, സാലറിയിൽ നമുക്കൊരു ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് മറക്കരുത്. സാലറീൻ്റെ പാർട്ടൊന്ന് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ട്സ് ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ അതിൽ ഉണ്ടായിരിക്കും 50,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കെന്താണ് ആ 50,000 നിന്ന് കുറച്ചു, ബാക്കി 5,44,000. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. സാലറിയിൽ നമുക്കെന്താണ് പരമാവധി ഒരു 50,000 എന്ത് ചെയ്യും നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ആണ് നമുക്ക് തന്നത്. അപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ല കേട്ടോ. നമ്മൾ ഈ സാലറിയിലുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അങ്ങനെ 1-2 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോർമാറ്റ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഓരോ ഹെഡിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. ദെൻ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടൊന്നും തന്നിട്ടില്ല. ദെൻ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 70,000 ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ അത് 70,000 നിന്ന് മൈനസ് ചെയ്തു, ബാക്കി 60,000 എന്ന് പറഞ്ഞാൽ ഈ 60,000 എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ശ്രദ്ധിക്കണം, ഈ 60,000 നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതും ഒന്ന് ഓർമ്മയിൽ വയ്ക്കണം. ഓക്കെ, ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സിൽ പറഞ്ഞിരിക്കുന്ന സാധനം ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, ഇത് രണ്ടും എക്സംപ്റ്റ് ആണ്. കണ്ടില്ലേ? ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട് 3,000. അത് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് നേരിട്ട് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതിന് ഇങ്ങനെ കൊടുക്കാൻ കാരണം അവിടെ എന്താണ് ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇവിടുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇന്നർ കോളം കാണിച്ചത് കേട്ടോ. അപ്പോൾ ആ 5,000 നിന്ന് ആ ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി 4,000, ഇത് രണ്ടും കൂടിയും കൂട്ടി 7,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു
ഔട്ടർ കോളം, പിന്നെ ഇവിടെ ഒന്ന് അല്ലേ, ഇങ്ങനെ ഒരുപാട് കോളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ യുക്തിക്കനുസരിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇത്രയും നമ്മളെന്താണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും 6,41,000. ഇതിൽ നിന്ന് നമുക്ക് 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 80C ഉണ്ട്, LIP ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ് പറഞ്ഞിരിക്കുന്നത്. ആ LIPയിൽ നമ്മൾ 12,000 നമ്മൾ പറഞ്ഞു അവിടെ ക്വസ്റ്റ്യനിൽ അല്ലേ. ദെൻ അതുപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അവിടേക്ക് ഒരു എത്രയുണ്ട്, 30 ഉണ്ട്, 30,000. ഇത് രണ്ടും കൂടി കൂട്ടിയുള്ള എമൗണ്ടാണ് ഈ 42,000. ഓക്കെ, അതുപോലെ തന്നെ 80G ഡൊണേഷൻ, ഇത് 100% ക്വാളിഫൈ ആയിട്ടുള്ള ഡൊണേഷനാണ്. അപ്പോൾ 5,000, അങ്ങനെ 47,000. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഇതിലുള്ളൂ. സോ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ 5,94,000. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ദെൻ സാധാരണഗതിയിൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാകുമ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകത്തിനോട് കൂടി അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ടാണ് ടാക്സ് ലയബിലിറ്റി കാണുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ മുൻ വർഷം ഒരു അഗ്രികൾച്ചർ ലോസ് ഉള്ളതുകൊണ്ട് അതങ്ങനെ സെറ്റ് ഓഫ് ചെയ്തപ്പോൾ ഫലത്തിൽ നമുക്ക് ഈ വർഷത്തിൽ എന്തോന്നില്ല, അഗ്രികൾച്ചർ ഇൻകം ഇല്ല. അപ്പോൾ അത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻകം. എന്താ പറയുന്നത്, പേഴ്സണൽ അഗ്രികൾച്ചർ ഇൻകം ഒരു 20,000 ഉണ്ട്, ലെസ് ബ്രോട്ട് ഫോർവേഡ് അഗ്രികൾച്ചർ ലോസ്, മുൻ വർഷങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു 25,000 ആണ്. അപ്പോൾ എന്താണ്, നെറ്റ് അഗ്രികൾച്ചർ ലോസ് ആണുള്ളത് 5,000. അപ്പോൾ ഫലത്തിൽ എന്താണ്, ലോസ് വിൽ ബി ഇഗ്നോർഡ്. ലോസ് ആണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദി നെറ്റ് അഗ്രികൾച്ചർ ഇൻകം വിൽ ബി ഡീംഡ് ടു ബി നിൽ. അപ്പോൾ നമ്മുടെ നെറ്റ് അഗ്രികൾച്ചർ ഇൻകം എന്താണ്, നില്ലായിട്ട് നമുക്ക് പരിഗണിക്കാം. ഈ 5,000 വീണ്ടും നമുക്ക് അടുത്ത വർഷത്തേക്ക് എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ, സോ അപ്പോൾ ഇതൊരു സാധാ കണക്കായിട്ട് മാറി, അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി കണ്ടാൽ മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടാക്സ് ലയബിലിറ്റി. നമ്മൾ പറഞ്ഞു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 60,000 ഉണ്ട്. അപ്പോൾ അതിന് 20% സെപ്പറേറ്റ് കാണണം. അപ്പോൾ 60,000ൻ്റെ 20% 12,000. ദെൻ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, നമ്മുടെ ടോട്ടൽ ഇൻകം 5,94,000 ആയിരുന്നു. ആ 5,94,000 നിന്നും 60,000 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുക, 5,34,000. അങ്ങനെയാണത് കിട്ടിയത് കേട്ടോ. അതവിടെ എഴുതിയിട്ടാൽ മതി. ദെൻ അതെന്താണ്, അതിന് നമ്മൾ ഫസ്റ്റ് 2,50,000 നില്ലാണ്. അപ്പോൾ അതിന്ന് 2,50,000 അത് പോയി. ദെൻ ഓൺ നെക്സ്റ്റ് 2,50,000 5%. അപ്പോൾ 2,50,000ൻ്റെ 5% 12,500. അപ്പോൾ വീണ്ടും ഒരു 2.5 പോയി. ഓൺ നെക്സ്റ്റ് 5 lakh നമ്മൾ വരൽ. ഇവിടെ ഇനി 5 lakh ഈ 5 ഇവിടെ ഇപ്പം എന്താണ് 2.5 5 പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ എത്രയേ ഉള്ളൂ, 34,000 ഉള്ളൂ. ആ 34,000ത്തിന് എത്ര, 20% 6,800. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ 3 കാര്യങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 31,300 കിട്ടും. റിബേറ്റ് അതിന് അർഹതല്ല, കാരണം 5 ലക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ കൂടുതലായ റിബേറ്റ് കിട്ടില്ല. സർചാർജ് ഇവിടെ ഉണ്ടാവില്ല, കാരണം സർചാർജ് ഈടാക്കണമെങ്കിൽ 50 ലക്ഷത്തിൻ്റെ പുറത്ത് പോകണം. അപ്പോൾ സർചാർജ് നില്ല്. അപ്പോൾ നമുക്ക് 31,300 ഇറക്കി എഴുതി. ദെൻ അതിലേക്ക് ആ 31,300ൻ്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്തു. 32,552. നമുക്ക് റൗണ്ട് ചെയ്യാം, 35,550 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ ഒരു കണക്ക്. ഓക്കെ, നമുക്ക് മറ്റൊരു കണക്ക് കൂടി പരിചയപ്പെടാം. ചെറിയ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ്. ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഈ ഒരു കണക്കിനൊരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് ഇത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോകാം. മിസ്സിസ് എക്സ് ആസ് ദി ഫോളോയിങ് ഇൻകം ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. കഴിഞ്ഞ വർഷത്തിലുള്ള ഇൻകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഇൻകം ശ്രദ്ധിക്കുക, ഇവിടെ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് മൈനസ് ഫിഗറാണ് തന്നത്. അതിൻ്റെ അർത്ഥം ലോസാണ് എന്നർത്ഥം.
15,000 ലോസ് ആണ്, ബിസിനസ് ലോസ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 48,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,41,000. ഫൈൻഡ് ഔട്ട് ദി ടാക്സ് ലയബിലിറ്റി for the assessment year 2020-21, assuming that she pays life insurance premium 4,000. അപ്പോൾ ഇത് ATC ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒരു 4,000 രൂപ അടച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നിയാലും ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നോക്കുക, ബിസിനസ് ഇൻകം നമ്മൾ ലോസ് ആയിട്ട് തന്നെ ഇവിടെ ബിസിനസ് ലോസ് എന്ന് എഴുതിയാലും മതി കേട്ടോ. 15,000 അത് മൈനസ് ഫിഗറായിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾ കൂട്ടുമ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ചെയ്താലും മതി കേട്ടോ. ബ്രാക്കറ്റിൽ മൈനസ്ന്ന് ഇട്ടാൽ മതി. ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 48,000, ലോങ് ടേം 2,41,000 കൂട്ടിയിട്ട് 2,89,000. ഓക്കെ, ആ 2,89,000 നിന്ന് ബിസിനസ് ലോസ് ഇതൊന്ന് മൈനസ് ചെയ്തു. ബാക്കി എത്ര? 2,74,000. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് റൂൾ നേരിട്ട് പഠിക്കണം. ഏത് ഇൻകം, ഏത് ലോസ്, ഏതെന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് റൂൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ താഴത്ത് ഇടാം. ഓക്കെ, ദെൻ നമുക്ക് ഡിഡക്ഷൻസ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി 2,74,000. അതിന് ശേഷം ATCയിലുള്ള ഡിഡക്ഷൻ അത് 4,000. അപ്പോൾ 4,000 കഴിച്ചിട്ട് ബാക്കി നമുക്ക് 2,70,000. ഈ 2,70,000 നമ്മൾ ടാക്സ് കാണേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളെന്താണ് 2,70,000 2,50,000 എന്താണ് നില്ലാണ്. ബാക്കി 20,000 അതിന് സാധാരണഗതിയിൽ നമ്മൾ 5% പറഞ്ഞിട്ടാണ് കാണൽ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഒരു 2,70,000 എന്ന് പറഞ്ഞ ഫിഗർ ഏതാണ്? ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ബാക്കിയുള്ളതൊക്കെ പോയിട്ടുണ്ട്. ഈ 48,000 എന്താണ്, ഈ 48,000 നിന്നാണ് എന്താണ് ഈ ഒരു 2,50,000 പെടുന്ന് പോയപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു 48,000 ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള കേസിലൊക്കെ നമ്മളെന്താണ് ആ ബാലൻസ് ഫിഗർ ഇത് ലോങ് ടേം ആയിട്ടാണ് അത് പരിഗണിക്കേണ്ടത്. ഇവിടെ വലിയ ഫിഗർ ലോങ് ടേം ആണേലും അല്ലേ. ഓക്കെ, സോ ടാക്സ് ഓൺ 20,000 20%. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ടാണ് അതങ്ങനെ 20% സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. അത് 4,000. ഓക്കെ, സോ 4,000. പിന്നെ റിബേറ്റ്, ഇതിൽ റിബേറ്റ് വരും. കാരണം എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ് 5,00,000 താഴെയാണ്. അതുകൊണ്ട് 12,500 പരമാവധി റിബേറ്റ് കിട്ടും. സോ അത് 12,500. നമുക്ക് 12,500 എടുക്കാൻ പറ്റില്ല, ആകെ ഇവിടെ 4,000 ഉള്ളൂ. അപ്പോൾ എടുക്കാൻ പറ്റിയ 4,000 അത് എടുത്തു. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പരമാവധി 12,500 ആണ് കിട്ടുക. ഇവിടെ എത്രയാണോ യഥാർത്ഥത്തിൽ ടാക്സ് പേ ചെയ്യേണ്ടത് അത് കുറവാണെങ്കിൽ ആ ഫിഗറേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് 4,000 നിന്ന് 4,000 കുറച്ച് ബാക്കി ടാക്സ് ലയബിലിറ്റി നില്ല്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്കും പ്രത്യേകം ശ്രദ്ധിക്കുക.